നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണം നടന്ന കാലമാണിതെന്നും അതിന്റെ ഭാഗമാണ് തൃശൂരിലെ വിജയമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അനിവാര്യമായ മാറ്റം രാജ്യത്തുണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ യോജിച്ച് നീങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം കിടങ്ങൂരിൽ PKV അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ പേരിൽ PKV കൾച്ചറൽ അഫയേഴ്സ് ഏർപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരെ യോജിച്ച് നീങ്ങണമെന്ന് MV ഗോവിന്ദൻ മാഷ് ഓർമ്മപ്പെടുത്തിയത്. വർഗീയ ധ്രുവീകരണം നടന്ന കാലാണിത്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും. അപകടകരമാണ് കാര്യം. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കില്ല. 15ാമത് PKV അവാർഡ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഗോവിന്ദൻ മാഷിൽ നിന്നും ഏറ്റുവാങ്ങി. CPI CPM ബന്ധം അറിയില്ല. CPI CPM ബന്ധം ആഴമേറിയ ബന്ധമാണ്. CPI CPM ബന്ധം ഏതെങ്കിലും ചെറിയ ഒരു കാറ്റ് വീശിയാൽ ഇളകിപ്പോകുന്ന ബന്ധമല്ല. കൊടുങ്കാറ്റ് വീശിയാലും ആ ബന്ധം ഇളകിപ്പോകില്ല എന്നും തകർന്നുകൂടാമെന്നുമുള്ള ബോധ്യമാണ് CPIയെയും CPMനെയും നയിക്കുന്നത്. ചടങ്ങിൽ ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഏറ്റവും അർഹനായ വ്യക്തിക്കാണ് PKVയുടെ ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പാഴായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നേരെ ചൊവ്വേ പ്രധാനപ്പെട്ട ആ ലക്ഷ്യത്തിലെത്തി കാര്യങ്ങളും നിലപാടുകൾ ഉറച്ചു നിന്ന് പറയുക എന്നുള്ളതാണ്. PKVയെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയാണ് MV ഗോവിന്ദൻ മാഷെന്ന് ചടങ്ങിൽ പങ്കെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഗോവിന്ദൻ മാഷോട് രാഷ്ട്രീയമായി എനിക്ക് യോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നു എന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, തികച്ചും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ടാണ് ഞാൻ ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഗോവിന്ദൻ മാഷയെക്കുറിച്ച് വലിയ മതിപ്പാണ്. അത് അങ്ങയുടെ ലാളിത്യം കൊണ്ടാണ്. ലളിതമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശിയാണ്. അതുതന്നെയാണ് അങ്ങനെ ഒരു മതിപ്പിന് ആക്കം വർദ്ധിപ്പിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.